Hello everyone, hope you all are doing good and great. So today episode of ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാ മോർണിംഗിൽ തന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്കൊന്ന് സെൻഡാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും വീഡിയോ സെൻഡാക്കിയിട്ട്. വേറൊന്നുമല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടാണ്. പിന്നെ കണ്ടൻറ്റും ഒരു വലിയ പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ഞാൻ വേഗം പോയിട്ട് മുറ്റടിച്ച് വരിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് തൂക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റാകെ ഫുള്ള് പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരി. പിന്നെ നമ്മൾ ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വെറുതെ ഒന്ന്. കാരണം ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നനച്ചു കൊടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കല കുറച്ച് ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെടിയൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്ര ചെടികളൊന്നുമില്ല. ആകെ റോസ് കൊമ്പുകളേ ഉള്ളൂ. എനിക്ക് പറഞ്ഞാൽ ചെടികളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഉമ്മയാണ് കുറച്ചും കൂടി ബെസ്റ്റായിട്ട് നോക്കുന്നത്. ഞാനങ്ങനെ വല്ലാണ്ട് ചെടിയൊക്കെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. സോ പിന്നെ വീടിൻ്റെ അകത്ത് കയറി ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ പറമ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോസും. നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുന്ന് പോരാൻ തോന്നിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് സാധാരണ അറിയണം, ഞാൻ എപ്പോഴും സെൻഡാക്കലുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാനൊരു 2 വീഡിയോസിലൊക്കെ ഞാൻ സെൻഡാക്കിയിട്ടുണ്ടാവും. നമ്മളെ കൃഷിയും കാര്യങ്ങളും ഇന്ന സ്ഥലമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയിട്ടുണ്ടാവും. അങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ലായിരുന്നു, എൻ്റെ കൂടെ കുഞ്ഞാമ്മ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞമ്മേൻ്റെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇതുപോലത്തെ പൂക്കളാണ് കേട്ടോ. ഇതുപോലത്തെ പൂക്കൾ. ഇതിൽ നമുക്ക് കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതിലൂടെ ഒരു കളിയൊക്കെ കളിക്കാറുണ്ടാവില്ലേ, എനിക്കറിയട്ടോ കളി. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ കാണാറില്ല. ഇതന്നെ ഞാനങ്ങനെ ഇടയ്ക്ക് കാണാറുള്ളൂ കേട്ടോ. പിന്നെ വേഗം വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പഴയ തറവാട്ടിൽ വന്നിട്ടിരുന്നു. പിന്നെ ഉച്ച ടൈമിൽ എനിക്ക് പിന്നെ ക്ലിപ്സൊന്നും ആഡാക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ക്ലിപ്സൊന്നും ഇല്ലായിരുന്നു സെൻഡാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങളെ അടുക്കള കിച്ചണിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ക്ലീൻ ചെയ്യൽ. എനിക്കെന്താ അറിയില്ല, നല്ല വൃത്തി വേണം എങ്കിലൊരു വീട് തന്നെ ഒരു ഭയങ്കര ബൗസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുൾ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചേഞ്ച് ആക്കി പിന്നെ നേരെ എൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റാണ് എൻ്റെ റൂം ക്ലീൻ ചെയ്യൽ. കാരണം കുറച്ച് ടൈം എടുക്കും എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ കുറച്ച് ടൈം എടുത്തുകൊണ്ട് ചെയ്യുന്ന ലാസ്റ്റായിരിക്കും കുറച്ചുകൂടി പെർഫെക്റ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബുക്സൊക്കെ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ റൂമിലിങ്ങനെ ഇരിക്കല്ല. അപ്പോൾ ജസ്റ്റ് ബുക്സൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ അധികം നൈറ്റിലാണ് വായിക്കാറുള്ളത്. ഞാൻ ബുക്ക് ഇങ്ങനെ ക്യാഷ് കൊടുത്ത് മേടിക്കണമല്ല, എനിക്ക് മദ്രസയിൽ നിന്ന് കിട്ടലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബുക്സും പിന്നെ എന്താ അറിയില്ല, വീട്ടിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തപ്പി പിടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റൂമിൽ മെയിനായിട്ട് ഒരുപാട് വേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ എന്താ നല്ല നീറ്റായിട്ട് മെസ്സാവാണ്ടിരിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ നൈറ്റിൽ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എസ്റ്റേ ദിവസത്തെ എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നുമില്ല. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ അടിച്ചൊന്നും വരട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ അടിച്ച് വരുന്നത്. എന്തായാലും ഇന്ന് തുടക്കണില്ല, കാരണം ഞാൻ ഒന്നരാടം തുടക്കലുള്ളൂ. എനിക്കത്ര തുടക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്, മുകളിലേക്ക് വരണ്ടേ. അപ്പോൾ ജസ്റ്റ് അടിച്ച് വരട്ടിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അടിച്ച് വരട്ടു. അങ്ങനെ ഏകദേശം എല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇനി ഒതുക്കിയിട്ട് കാര്യമില്ല. നമ്മളാ മറ്റേ സോഫയിൽ കണ്ടിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നതും അത് എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നമ്മളെന്താ അതോടെ വെച്ചിരിക്കുന്നു വിചാരിക്കും. അപ്പോൾ ഇത്ര ചെമ്മൽ എനിക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം താഴത്തേക്ക് പോയി, കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ അന്ന് ഈവനിങ്ങോ അന്ന് നൈറ്റോ ഒറ്റ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് ക്ലിപ്സ് ആഡാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം നിന്നു, വേഗം താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ റൂമിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കലൊക്കെ എൻ്റെ റൂമിൽ നിന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ കൊണ്ടുവയ്ക്കാനായിരുന്നു. പിന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈമിൽ ഞാൻ ഒറ്റക്കായിരുന്നു. ഉമ്മച്ചിൻ്റെ പുള്ളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേഗം എനിക്ക് വിശന്നുകൊണ്ട് വേഗം കഴിച്ചു കേട്ടോ ഫുഡ്. കുറേ കൂട്ടാനുണ്ടായിരുന്നു. മീൻ, അതുപോലെ തന്നെ ഫിഷ് കറി, പിന്നെ കേബേജ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു പൊട്ടോറ്റോ ഉണ്ടാക്കിയിട്ട് മാത്രം കഴിച്ചു. അല്ലാണ്ട് കൂട്ടാനില്ലാത്ത പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഒരു മാങ്ങയുടെ ചെറിയ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊരു ഈവനിങ് ടൈം ആയിട്ടുണ്ടാകുമോ, യെസ്, ഒരു 3 മണി 3:15 ആ ടൈം ആയിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ്
നിങ്ങൾക്ക് സാധാരണ അറിയ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. കാരണം ഞാൻ അധികം വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ അധികം ക്ലിപ്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. എനിക്ക് പിന്നെ അവിടുന്ന് വല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഈവനിങ് ഒരു 3:45 4 മണി ആയിട്ടുണ്ടാവും ഏകദേശം. മാങ്ങ പെറുക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരുന്നു. ഞങ്ങൾ പുറത്തില്ലേ, നിങ്ങൾക്കറിയായിരിക്കാം, ഇവിടെ ഞങ്ങൾ ഒരു പഴയ വാടക വീട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ ഇതിൻ്റെ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കമൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യമാണ് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹോം ടൂർ ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ചെയ്യണം അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് വീടില്ലേ, നമ്മൾ വാടക കൊടുക്കുന്ന വീട്, അതിൻ്റെ ഇൻഷാ അള്ളാ ഞാൻ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും പണിക്കാർ വരിക. അപ്പോൾ മറ്റന്നാളിൻ്റെ പിന്നെ തേഴ്സ്ഡേ ആയിരിക്കും അവർ വരിക. അപ്പം അതിന് മുന്നേ എനിക്ക് ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.